ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമവര ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് OBS ആണ്, അഥവാ ഓർഗനൈസേഷണൽ ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് EPS ആണ്. EPS നമുക്കറിയാം, ഒരു എന്റർപ്രൈസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോജക്ട്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അതുപോലെ തന്നെ OBS എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലുള്ള സ്റ്റാഫിനെ ഹൈറാർക്കിയലായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് OBS എന്ന് പറയുന്നത്. അതായത് ഫ്രം ദ ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ വരെയുള്ള സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OBS യൂസ് ചെയ്യുന്നത്. യൂഷ്വൽ കേസസിൽ ഇൻഡയറക്റ്റ് സ്റ്റാഫ് മാത്രമായിരിക്കും നമ്മൾ OBSൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് സ്റ്റാഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഹെഡ് ഓഫീസ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈറ്റ് ബേസ്ഡ് അല്ലാതെ ഡയറക്ട്ലി വർക്കിൽ ഇൻവോൾവ് ചെയ്യാത്ത ആളുകളെയാണ് ഇൻഡയറക്റ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് നമ്മളെ മാനേജർ ലെവൽ മുതൽ സൂപ്പർവൈസർ ലെവൽ വരെയാണ് സാധാരണ ഇൻഡയറക്റ്റ് സ്റ്റാഫിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ OBSൽ ക്രിയേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡയറക്റ്റ് സ്റ്റാഫുകൾ, അതായത് വർക്കിൽ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ, അതായത് വർക്കേഴ്സ്, ഫിറ്റേഴ്സ്, വെൽഡേഴ്സ്, റിഗേഴ്സ്, മേസൺസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഡയറക്റ്റ് സ്റ്റാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ OBSൽ യൂഷ്വലി നമ്മൾ OBSൽ കൺസിഡർ ചെയ്യാം ഇൻഡയറക്റ്റ് സ്റ്റാഫിനെ ആയിരിക്കും. ഈ ഡയറക്റ്റ് സ്റ്റാഫ് നമ്മൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കൺസിഡർ ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. OBS is a hierarchical arrangement of all the staffs from top to bottom in your organization. ഓക്കെ, അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്തു. പിന്നെ OBS determines how people within a company are organized. അപ്പൊ ആ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ആ കമ്പനിയിലുള്ള സ്റ്റാഫുകളൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത് എന്ന് മനസ്സിലാകും. Then OBS is used to create and assign responsible persons for EPS projects and WBS. Means once നമ്മൾ OBS ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത EPSലേക്കും പ്രോജക്ട്സിലേക്കും WBSലേക്കും അതിൻ്റെതായ റെസ്പോൺസിബിൾ പേഴ്സൺസിനെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ലെവലിലൊക്കെ വരുന്നത് മാനേജ്മെന്റ് സ്റ്റാഫ്സ് ആയിരിക്കും വരിക. അതോ സാധാരണ EPS ഈ കൈകാര്യം ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജറോ അല്ലെങ്കിൽ മാനേജർ ഓഫ് പ്രോജക്ട്സോ കൺട്രി മാനേജറോ അങ്ങനെയുള്ള പൊസിഷനിലുള്ള ആളുകളായിരിക്കും EPS കൈകാര്യം ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളെ EPS സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രോജക്ട്സ് യൂഷ്വലി പ്രോജക്ട് മാനേജർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ആളെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ WBSലേക്ക് വന്നാൽ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിലുള്ള WBSന്റെ മാനേജേഴ്സ് ആയിരിക്കും. അതായത് WBS യൂഷ്വലായിട്ട് ഒരു പ്രോജക്റ്റിനെ ഏരിയ വൈസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കേസിൽ ഏരിയ മാനേജേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, സിവിൽ, മെക്കാനിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം സിവിൽ മാനേജർ, മെക്കാനിക്കൽ മാനേജർ, ഇലക്ട്രിക്കൽ മാനേജർ, അങ്ങനെ കൊടുക്കാം. അതൊക്കെ ഫർദർ WBSന്റെ ക്ലാസ്സുകളും പ്രോജക്ട്സിന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ആണ് ഫർദർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ വെച്ച് OBS എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് OBS ക്രിയേറ്റ് ചെയ്യാം. പിന്നെ സെയിം എക്സാമ്പിൾ നമുക്ക് P6 അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു OBS സ്ട്രക്ചർ ഉണ്ടാവുക. ഇത് നമുക്ക് സിംപ്ലി ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയാം. അപ്പൊ ഈ എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത EPS സ്ട്രക്ചറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു OBS ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത EPS XYZ കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടിയിട്ടുള്ള ഒരു EPS ആണ്. അപ്പം ആ സെയിം കമ്പനിക്ക് നമുക്ക് ഇങ്ങനെ ഒരു OBS കൊടുക്കാവുന്നതാണ്. അതായത് ഫസ്റ്റ് ഞാൻ OBS കൊടുത്തത് മാനേജിംഗ് ഡയറക്ടർ ആണ്. അതായത് ആ കമ്പനിയുടെ MD ആയിരിക്കും ടോപ്പിൽ വരിക. പിന്നെ അതിന്റെ സബ് EPS ആയിട്ട് വന്നത് നമുക്കറിയാം കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, IT, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം
അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഡിവിഷൻ ആക്കിയിട്ട് ഡിവിഷൻ ഹെഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻസ്, അതുപോലെ ഡിവിഷൻ ഹെഡ് ഫോർ മെയിൻ്റെനൻസ് ഓപ്പറേഷൻസ് ആൻഡ് IT ഓപ്പറേഷൻസ്, അങ്ങനെ ഞാൻ OBS നെയിം ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി OBS അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിബിൾ മാനേജർ മാറാം. ഓക്കെ, പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ EPSന്റെ അണ്ടറിൽ കൊടുത്തത് റോഡ് പ്രോജക്റ്റും ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിന്റെ OBS അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് കൊടുത്തത് മാനേജർ ഓഫ് റോഡ് പ്രോജക്ട്സ്, അതുപോലെ മാനേജർ ഓഫ് ബിൽഡിംഗ് പ്രോജക്ട്സ് എന്നാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും സെയിം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോഡ് പ്രോജക്ട്സിന്റെ അണ്ടറിൽ നമ്മൾ ഓരോ പ്രോജക്ട്സുകളായിരുന്നു കൊടുത്തത്. അപ്പം ആ ഓരോ പ്രോജക്ട്സിനും നമ്മൾ ഇൻഡിവിജ്വൽ പ്രോജക്ട് മാനേജർ അസൈൻ ചെയ്തിട്ടുണ്ട് OBS ആയിട്ട്. ഇവിടെ പ്രോജക്ട് മാനേജർ 1, പ്രോജക്ട് മാനേജർ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ചില കേസിൽ ഒന്നിൽ കൂടുതൽ പ്രോജക്ട്സ് ഒരു പ്രോജക്ട് മാനേജർ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേസസിൽ സെയിം പ്രോജക്ട് മാനേജർ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള OBS ആണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരു പ്രോജക്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഇൻഡയറക്റ്റ് സ്റ്റാഫ്, അപ്പം അതിന്റെ ഒരു ഓർഗനൈസേഷണൽ ചാർട്ടാണ്. ഇപ്പൊ ഇതിൽ കാണിച്ചത് ഫസ്റ്റ് പ്രോജക്ട് മാനേജർ ആയിരിക്കും, പിന്നെ അതിന്റെ അണ്ടറിലാണ് കൺസ്ട്രക്ഷൻ മാനേജർ വരും, പ്ലാനിംഗ് മാനേജർ, QAQC മാനേജർ അഥവാ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ മാനേജർ. പിന്നെ കൺസ്ട്രക്ഷൻ മാനേജറിന്റെ അണ്ടറിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സിവിൽ എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലാനിംഗ് മാനേജറിന്റെ സബ് OBS ആയിട്ട് പ്ലാനിംഗ് എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട്. പ്ലാനിംഗ് എഞ്ചിനീയർ 1, പ്ലാനിംഗ് എഞ്ചിനീയർ 2. ഒന്നിൽ കൂടുതൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ QAQC മാനേജറിന്റെ അണ്ടറിൽ QAQC എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ അണ്ടറിലാണ് അവരെ സൂപ്പർവൈസർ. പിന്നെ അതുപോലെ പ്ലാനിംഗ് എഞ്ചിനീയർ അണ്ടറിൽ അസിസ്റ്റന്റ് പ്ലാനർ അല്ലെങ്കിൽ സൈറ്റ് ബേസ്ഡ് പ്ലാനർ ഉണ്ടാകും. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ QC ഇൻസ്പെക്ടർ. ഇതിപ്പോ ഞാൻ കൊടുത്തതെല്ലാം പൊസിഷൻ നെയിം ആണ്. ഇനി ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ നെയിം വേണമെങ്കിൽ കൊടുക്കാം. അതായത് പ്രോജക്ട് മാനേജറിന് പകരം മിസ്റ്റർ എക്സ് ആരാണോ എന്നുള്ളത് നെയിം ചെയ്യാം. വേണമെങ്കിൽ രണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം, പൊസിഷൻ പ്ലസ് നെയിമും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമ്മൾ P6 ഈ സെയിം എക്സാമ്പിൾസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ P6 ഓപ്പൺ ചെയ്യുക, ഇതിൽ എന്റർപ്രൈസ് ഓപ്ഷൻ എടുക്കാം, എന്നിട്ട് ഇവിടെ ഒരു OBS ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും. അതിൽ ഓൾറെഡി ഇവിടെ കുറച്ച് ഡിഫോൾട്ട് ആയിട്ട് എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ OBS എക്സിസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിന്റെ ഒരു അണ്ടറിലായിരിക്കും നമുക്ക് പുതിയ OBS എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഏതെങ്കിലും ഒരു OBS സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിലുള്ള എന്റർപ്രൈസ് എന്ന് പറഞ്ഞൊരു OBS ആണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ആഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെയാണ് ഇത് വന്നത്. ഇനി നമ്മൾ EPS ചെയ്ത പോലെ തന്നെ ഈ ആരോ കീസ് വെച്ചിട്ട്, ഈ ഷിഫ്റ്റ് ആരോ കീസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ലെവൽസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ ന്യൂ OBSനെ താഴത്തേക്ക് കൊണ്ടുവരാണ് ഷിഫ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ഇനി നമ്മള് ഇവിടെ നമ്മളെ നേരത്തെ കൊടുത്ത OBS ഇവിടെ ടൈപ്പ് ചെയ്യാം, മാനേജിംഗ് ഡയറക്ടർ. ഇനി നെക്സ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അണ്ടറിൽ നമ്മളിവിടെ ഡിവിഷൻ ഹെഡ് ഫോർ കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തത്. അപ്പോൾ അത് ആഡ് ചെയ്യുക. മാനേജിംഗ് ഡയറക്ടർ സെലക്ട് ചെയ്യുക, ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിപ്പം മാനേജിംഗ് ഡയറക്ടർ അതേ ലെവലിലാണ് ഉള്ളത്. ഇനി അതിന്റെ സബാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം അതിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സബായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിവിഷൻ ഹെഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ എന്ന് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അണ്ടറിൽ മാനേജർ ഓഫ് റോഡ് പ്രോജക്ട്സ് അതുപോലെ മാനേജർ ഓഫ് ബിൽഡിംഗ് പ്രോജക്ട്സ് എന്ന് കൊടുക്കണം. ഡിവിഷൻ ഫോർ കൺസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക, എന്നിട്ട് ഷിഫ്റ്റ് റൈറ്റ് കൊടുക്കുക. ഓക്കെ, അതുപോലെ ബാക്കിയെല്ലാം ചെയ്യാം. മെയിൻ്റനൻസ് സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക, ഷിഫ്റ്റ് റൈറ്റ് കൊടുക്കുക, മാനേജർ ഓഫ് പവർ പ്ലാൻ പ്രോജക്ട്സ് എന്ന് കൊടുക്കുക, അതുപോലെ ബാക്കിയുള്ളതും എൻ്റർ ചെയ്യുക. അഥവാ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അണ്ടറിലുള്ള എല്ലാം പോകും. ഇപ്പൊ നമ്മൾ മാനേജിംഗ് ഡയറക്ടർ സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഡിലീറ്റ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ സബ് ലെവലായിട്ട് വരുന്ന എല്ലാ OBSഉം ഡിലീറ്റ് ആയി പോകും. ഓക്കെ, project manager 1, project manager 2, project manager 3, project manager 4, project manager 5. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് OBS ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ EPSൽ കണ്ടതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചാർട്ട് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചാർട്ട് വ്യൂ എടുത്താൽ നമ്മൾ ചെയ്ത OBSന്റെ ഒരു ചാർട്ട് മോഡലിൽ കാണാം. ഇപ്പോൾ ഇതിനൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ സൂം ആകാൻ വേണ്ടി ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള OBS ആണ്, എന്റർപ്രൈസ് എനർജി എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത്. മാനേജിംഗ് ഡയറക്ടർ ആളെ അണ്ടറിൽ വരുന്ന OBS ആണ്. ഇതെല്ലാം ഓക്കെ. അപ്പോൾ ഇത് മിനിമൈസ് ചെയ്താൽ ഇങ്ങനെ കാണാം. ഓക്കെ, ഇനി ബാക്ക് ടു നമ്മളെ ടേബിൾ വ്യൂയിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടേബിൾ വ്യൂ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോ ക്രിയേറ്റ് ചെയ്ത OBSനെ
ഇനി നമ്മൾ പറഞ്ഞു EPS-ലേക്ക് അസൈൻ ചെയ്യാം, പ്രോജക്റ്റിലേക്ക് അസൈൻ ചെയ്യാം, അതുപോലെ തന്നെ WBS-ലേക്കും അസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പൊ കറന്റ്ലി നമ്മൾ EPS പഠിച്ചിട്ടുള്ളൂ. അപ്പം EPS-ലേക്ക് എങ്ങനെ അസൈൻ ചെയ്യാമെന്ന് നോക്കാം. ബാക്കിയുള്ള പ്രോജക്ട്സും WBS ഒക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മളെ EPS. ഈ പിരമിഡ് ഐക്കണിൽ വരുന്നതാണ് നമ്മൾ EPS. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത സെയിം EPS ആണ്. അപ്പൊ ഇതില് നമ്മളെ കമ്പനി ഇതാണ്, XYZ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഇത് സെലക്ട് ചെയ്യാം. ഇതിന് നമ്മൾ ഇവിടെ ഇതിന്റെ താഴെ ഒരു ടാബ് കാണാം. ഇങ്ങനെ ഇതിനെ പ്രോജക്ട് ഡീറ്റെയിൽ ടാബ് എന്നാണ് പറയാം. അപ്പൊ ഈ ടാബില് ജനറൽ ടാബ് എടുക്കാം. അതില് ഇവിടെ റെസ്പോൺസിബിൾ മാനേജർ എന്ന് കാണാം. അത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. റെസ്പോൺസിബിൾ മാനേജറിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത OBS കാണാം. അപ്പൊ അത് മാനേജിംഗ് ഡയറക്ടർ ആണ് നമ്മളെ ഹെഡ്. അപ്പം കമ്പനി ഹെഡ്. അപ്പൊ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു മെസ്സേജ് വരും, വുഡ് യു ലൈക്ക് ടു അസൈൻ മാനേജിംഗ് ഡയറക്ടർ ആസ് റെസ്പോൺസിബിൾ മാനേജർ ഫോർ ദ WBS എലമെന്റ്സ് വിത്തിൻ XYZ കോർപ്പറേഷൻ ലിമിറ്റഡ്. മീൻസ് നമ്മൾ ഈ അസൈൻ ചെയ്യുന്ന മാനേജിംഗ് ഡയറക്ടറെ തന്നെ ഇതില് വരുന്ന WBS എലമെന്റ്സിനും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ WBSന് നമ്മൾ വേറെ മാനേജേഴ്സിനെ ആണ്, വേറെ സ്റ്റാഫിനെയാണ് കൊടുക്കുന്നതെങ്കിൽ നോ ആണ് കൊടുക്കേണ്ടത്. ഇനിയല്ല ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. അപ്പൊ നമ്മൾ നോ കൊടുക്കാം. പിന്നെ കൺസെഷൻ EPS സെലക്ട് ചെയ്യുക. സെയിം റെസ്പോൺസിബിൾ മാനേജറിൽ പോവുക. എന്നിട്ട് ഡിവിഷൻ ഹെഡ് ഫോർ കൺസെഷൻ ഓപ്പറേഷൻ ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതും നോ കൊടുക്കുക. നെക്സ്റ്റ് റോഡ് പ്രോജക്ട്സ് എടുക്കുക. മാനേജർ ഓഫ് റോഡ് പ്രോജക്ട്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഹൈ റൈസ് ബിൽഡിംഗ്, മാനേജർ ഓഫ് ബിൽഡിംഗ് പ്രോജക്ട്സ്. ഓക്കെ, അതുപോലെ മെയിൻ്റനൻസും ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്യാം. ഈ പ്രോജക്ട് മാനേജർ 1, 2 എന്നൊക്കെ വരുന്നത് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത് ഈ EPSന്റെ അണ്ടറിൽ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്ട്സിനെയാണ്. ഓക്കെ, അപ്പോൾ OBS മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.